ക്രിസ്തുവാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നാം വിശുദ്ധനാട് സന്ദർശിക്കുമ്പോൾ യേശു പഠിപ്പിച്ച കഫർനാമിലെ സിനഗോഗിൻ്റെ അവശിഷ്ടങ്ങൾ അവിടെ കാണാനായിട്ട് സാധിക്കും. അതേ സിനഗോഗിലിരുന്നു കൊണ്ട് ഇന്ന് സുവിശേഷത്തിൽ യേശുനാഥൻ പഠിപ്പിക്കുകയാണ് അധികാരത്തോടുകൂടെ. അവിടെ ഉണ്ടായിരുന്ന ഒരു പിശാച് ബാധിതന് യേശുവിൻ്റെ സാന്നിധ്യം അസ്വസ്ഥത ജനിപ്പിക്കുന്നു. അവൻ പുറത്തു പോകാനായിട്ട് നിർബന്ധിതനാകുന്നു. പ്രകാശത്തിൻ്റെ കടന്നുവരവ് റൂമിലുള്ള അന്ധകാരത്തെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നു. യേശുവിൻ്റെ കടന്നുവരവ്, യേശുവിൻ്റെ വചനത്തിൻ്റെ കടന്നുവരവ് നമ്മുടെ ഹൃദയത്തിലെ അശുദ്ധാത്മാക്കളുടെ സാന്നിധ്യം ഇല്ലാതാക്കുന്നു. നമുക്ക് പഴയകാല നിരാശകൾ, മുറിവുകൾ, പാപ അവസ്ഥകളുടെ അടിമത്വം, ദുശീലങ്ങളുടെ അടിമത്വം, സ്നേഹമില്ലായ്മയുടെ, നിശബ്ദതയുടെ, ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥയുടെ ഒക്കെ ആ അന്ധകാരത്തിൻ്റെ അശുദ്ധാത്മാക്കൾ നമ്മുടെ ഹൃദയത്തിലുമുണ്ട്. എന്നാൽ നാം വിശുദ്ധ കുമ്പസാരത്തിൽ അവ ഏറ്റുപറയുമ്പോൾ അവിടെ പിന്നെ അന്ധകാര ശക്തികൾക്ക്, അശുദ്ധാത്മാക്കൾക്ക് നമ്മുടെ ഹൃദയത്തിൽ ഒളിച്ചു നിൽക്കാനായിട്ട് സാധിക്കുകയില്ല. കാരണം നാം സത്യസന്ധതയോടുകൂടെ നാം അത് ഏറ്റുപറയുന്നു. സത്യത്തെ പുൽകുമ്പോൾ യേശുവിനെ തന്നെയാണ് പുൽകുന്നത്. അവിടെ പിന്നെ അന്ധകാരത്തിന് സാധ്യതയില്ല. അതിനാൽ നമ്മുടെ ഹൃദയമാകുന്ന മുറികളിലേക്ക് പ്രകാശമാകുന്ന യേശുവിൻ്റെ വചനത്തിൽ പ്രവേശിക്കുവാനായിട്ട് അനുവദിക്കുക. അതാണ് ആദ്യമായി ചെയ്യേണ്ടത്. രണ്ടാമതായി നാം കാണുന്നുണ്ട്, യേശു അധികാരത്തോടുകൂടെയാണ് പഠിപ്പിച്ചത്. ഇതെന്ത് അധികാരത്തോടു കൂടിയുള്ള പ്രബോധനമോ എന്ന് പറഞ്ഞുകൊണ്ട് അവർ അത്ഭുതപ്പെടുകയാണ്. തങ്ങളുടെ നിയമജ്ഞർ പഠിപ്പിക്കുന്നത് പോലെയല്ല അവിടുന്ന് പഠിപ്പിച്ചത്, മറിച്ച് അധികാരത്തോടുകൂടെ. ഇവിടെ ഉള്ള വ്യത്യാസം എന്ന് പറയുന്നത്, ഇവിടെ ഇൻഫോർമേഷൻ അല്ല, ട്രാൻസ്ഫോർമേഷനാണ്. നാം പലപ്പോഴും പഠിപ്പിക്കപ്പെടുമ്പോഴൊക്കെ സംഭവിക്കുന്നത് കുറേയധികം വിവരങ്ങൾ അല്ലെങ്കിൽ ഇൻഫോർമേഷൻസ് നമുക്ക് ലഭിക്കുന്നു. എന്നാൽ യേശു പഠിപ്പിക്കുമ്പോഴുള്ള വ്യത്യാസം, ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നു, രൂപമാറ്റം സംഭവിക്കുന്നു, ഒരുവന് മാനസാന്തരം സംഭവിക്കുന്നു. ഇതാണ് വ്യത്യാസം. പ്രിയപ്പെട്ടവരെ, നാമും വചനം കേൾക്കുമ്പോൾ ഒരു ഇൻഫോർമേഷന് വേണ്ടിയല്ല, മറിച്ച് ട്രാൻസ്ഫോർമേഷന് വേണ്ടി, മാറ്റത്തിനു വേണ്ടിയാണ് ആഗ്രഹിക്കേണ്ടത്. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി നാം ചെയ്യേണ്ടത്, വചനമാകുന്ന വെളിച്ചം, യേശുവാകുന്ന വെളിച്ചം നമ്മുടെ ഹൃദയമാകുന്ന റൂമിലേക്ക് കയറുവാനായിട്ട് അനുവദിക്കുക. അവിടെ വലിയ മാറ്റങ്ങൾ സംഭവിക്കും. അന്ധകാര ശക്തികൾക്ക്, അശുദ്ധാത്മാക്കൾക്ക് നമ്മുടെ ഹൃദയത്തിൽ സ്ഥാനമുണ്ടാവുകയില്ല. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.